നമസ്കാരം. ഇന്നലെയാണ് ദൃഢം എന്ന മൂവി കാണാനിടയായത്. ചിത്രത്തിൻ്റെ കഥ തൻ്റെ ചെറുകഥയുടെ മോഷണമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് BJP കൗൺസിലർ ശ്രീലേഖ വന്നതോടുകൂടിയിട്ടാണ് ചിത്രം ന്യൂസ് ഫീഡ്സിൽ ഇടം പിടിച്ചത്. എന്തായാലും ശ്രീലേഖയുടെ കഥ വായിക്കാത്തത് കൊണ്ട് തന്നെ വലിയ മുൻവിധിയൊന്നുമില്ലാതെയാണ് ഞാൻ ചിത്രം കാണാനിരുന്നത്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പോലീസ് ഓഫീസർ ഒരു ചായയൊക്കെ കുടിച്ച് വൈബൊക്കെ പിടിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് ജോലി നോക്കാനെത്തുന്നു. ഇവിടെ തുടങ്ങുകയാണ് കഥ. ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ എല്ലാ ആശങ്കകളും ആകുലതകളും ഒക്കെയോട് കൂടിയിട്ടാണ് അയാൾ ഇടുക്കിയിലെ തൻ്റെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ അങ്ങേയറ്റം ഊഷ്മളമായിട്ടുള്ളൊരു സ്വീകരണമാണ് അയാൾക്ക് ലഭിച്ചത്. ആ സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവർക്കും ചുരുങ്ങിയത് ഒരു 5 കൊല്ലത്തിൻ്റെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോളത്തെ സ്റ്റാറിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും നോക്കാണ്ട് തന്നെ അവരും എല്ലാവരുമായിട്ടും നല്ലൊരു റാപ്പോയ്ക്കുള്ള ശ്രമം തുടങ്ങി. സിനിമയിലെ അതുവരെയുള്ള ചില രംഗങ്ങളിൽ നിന്നും തന്നെ നമുക്ക് കൺമുന്നിലുള്ള ഒരു പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതിലെ അയാളുടെ വൈദഗ്ധ്യം നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ പ്രശ്നങ്ങൾ തന്നോടുകൂടെ തന്നെ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം, ആ നിമിഷം നാളിതുവരെ അയാൾ ആർജിച്ചെടുത്തിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും, റിഗറസ് ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ്, അതേപോലെ ചില സന്നിഗ്ധ ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണം, ഈ സ്കില്ലുകളും ഒന്നും തന്നെ അയാളെ കുറച്ചു നേരത്തേക്ക് പിന്തുണയ്ക്കുന്നില്ല. തീർത്തും നിസ്സഹായനായിട്ടുള്ള അയാളുടെ ആ ഒരു പകപ്പ് വിട്ടകലും മുമ്പാണ് അയാളുടെ സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തിയും ക്രൂരമായി തലക്കഴിച്ച് വീഴ്ത്തിയും നിലംപരിശാക്കുന്നത്. ശരിയാണ്, അവർ അയാളെ തല്ലുന്നതിന് മുൻപ് തന്നെ അയാൾ കീഴ്പ്പെട്ടിരുന്നു, അയാൾ നിലംപരിശായിരുന്നു. പക്ഷേ ആ സഹപ്രവർത്തകർ അവനവൻ്റെ നിസാരതയെ പുച്ഛിച്ചും കടുത്ത പീഡനങ്ങൾ അവൻ്റെ മേളിലേക്ക് അയച്ചുവിട്ടു. അടിച്ചും ഇടിച്ചും കുത്തിയും ചവിട്ടിയും അവർ അവനിലെ നിസാരതയെ ഇങ്ങനെ എഴുതി തള്ളുമ്പോൾ, പുച്ഛിക്കുമ്പോൾ ഞാൻ ഓർത്തത് ആ സിനിമയിലെ തന്നെ ഒരു രംഗമുണ്ട്. കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില ക്രൈസിസ്, അന്വേഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിലെ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വേള ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന അയാളുടെ അമ്മ ഫോൺ വിളിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ അവർ വിളിച്ച് മകന് ആത്മവിശ്വാസം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: കൂടിയ അവർ നിന്നെ പിരിച്ചുവിടും, ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അതിനപ്പുറം തൂക്കിക്കൊല്ലുമൊന്നുമില്ലല്ലോ, പിടിച്ച് തിന്നുമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് അവർ മകന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം. അവരവനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്തായാലും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ക്ലൈമാക്സ് രംഗങ്ങളിൽ നമ്മൾ കാണുന്നത് അവനെ പിടിച്ച് തിന്നുന്നത് തന്നെയാണ്. അവർ തൻ്റെ ഒരു യാതൊരുവിധ വർഗബോധവുമില്ലാതെ ഒരു സഹജീവി എന്നൊരു പരിഗണന പോലും നൽകാതെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടും ക്രൂരമായിട്ടും ഒക്കെയാണ് അവനെ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുന്നു, അതിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നുണ്ട്, അത് ആ സ്റ്റേഷനിലൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അർഹിച്ചതിലും കൂടുതൽ റെസ്പെക്റ്റ് നൽകി ട്രീറ്റ് ചെയ്തൊരു മനുഷ്യനെ ഇത്ര നിന്ദ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. അധികം നമ്മളെ ചിന്തിക്കാൻ വിടാതെ തന്നെ ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ഹെഡ് കോൺസ്റ്റബിൾ കഥാപാത്രം. അപ്പം അദ്ദേഹം ഈ നേരത്തെ മുൻപ് നല്ല വാത്സല്യമൊക്കെ കാണിച്ചിരുന്ന ആളാണെന്ന് ഓർക്കണം. അദ്ദേഹം ഈ ഘട്ടത്തിൽ ഇവർ കാണിച്ചിരുന്ന ഒരു ക്രൈം അത് ഇദ്ദേഹം തിരിച്ചറിയുന്നതോടുകൂടി ഇവരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരും, ഇവരെ ശിക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇയാൾ നടത്തും എന്ന തിരിച്ചറിവുണ്ടാകുന്ന നേരം, തങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നേരം ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൺവിൻസ് അല്ല, ഒരു തരത്തിലുള്ളൊരു ഭീഷണിയാണ്. കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെ കൊണ്ട് കുറേ കൂടി എളുപ്പത്തിൽ അയാളെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
സിനിമയിൽ. പക്ഷേ ഇവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തുകയാണ് അയാളെ. സാഹചര്യം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെരുമാറുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഈ റെസ്പെക്റ്റൊക്കെ നൽകിയ തങ്ങളെ കൊണ്ട് ഇത്രയും ക്രൂരമായിട്ട് അയാളോട് പെരുമാറാൻ പറ്റുന്നത് അത് സാഹചര്യം കൊണ്ടാണ്, അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് തിരിച്ചടിക്കാനുള്ളൊരു ഊർജം നമ്മുടെ നായക കഥാപാത്രം കണ്ടെത്തുന്നത്. അത്രത്തോളം കൊള്ളരുതായ്മയും തിന്ന ചോറിനോട് നന്ദിയില്ലായ്മയും നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ ചെയ്തിരുന്നിട്ട് കൂടി ആ ഒരു ആദർശത്തിൻ്റെ പേരിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ എത്രത്തോളം അർഹതയുണ്ടോ, അത്രയും ക്രൂരന്മാരായിട്ടുള്ള ആ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ എത്രത്തോളം അർഹതയുണ്ടോ അതിലേറെ അർഹത തനിക്കുണ്ട്. ധാർമ്മികമായി ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന, നീതിയുക്തം കാര്യങ്ങൾ ചെയ്യുന്ന തനിക്ക് അതിജീവിക്കാൻ ഈ ക്രൂരന്മാരെക്കാളിലും അർഹതയുണ്ട് എന്ന തിരിച്ചറിവിലാണ് ആ പോരാട്ട വീര്യം നമ്മുടെ നായകൻ വീണ്ടെടുക്കുന്നത്. അതായത് അയാളുടെ മനോബലം വീണ്ടെടുത്ത് സർവ്വശക്തിയും എടുത്തിട്ട് തിരിച്ചടിക്കുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നീതിമാനായിട്ടുള്ള ആ പോലീസ് ഓഫീസർ തിരിച്ചടിക്കുകയാണ്. അയാളുടെ സർവ്വശക്തിയും എടുത്തിട്ട് പ്രതിരോധിക്കുക മാത്രമല്ല, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അടിച്ച് മൂലക്കിടുകയാണ്. എല്ലാത്തിനും ഒടുവിൽ പുറം ലോകം ഈ വിവരം അറിഞ്ഞ് ആ സ്റ്റേഷൻ പരിധിയിലേക്ക് ഓടിയെത്തുമ്പോൾ അവർക്കവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങേയറ്റം പരിശീലിതനായിട്ട് സ്റ്റേഷനകത്തിരിക്കുന്ന നമ്മുടെ ഷൈനികം അവതരിപ്പിച്ചിട്ടുള്ള SI കഥാപാത്രത്തെയാണ്. ആ സഹപ്രവർത്തകരെല്ലാം അങ്ങേയറ്റം ഫേറ്റലായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവൻ മതിയാവും വണ്ണം നല്ലോണം അടിച്ച് കൂട്ടി ഇട്ടിട്ടുണ്ട് എല്ലാത്തിനെയും. പക്ഷേ അവിടെ തൻ്റെ സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനങ്ങളിലായിട്ട് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയിലും അയാൾ ആ ഇടുക്കി പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലിരുന്നു കൊണ്ട് കരയുകയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അയാൾ അപ്പോഴും കരഞ്ഞിട്ടുണ്ടാവുക? ഒന്നോർത്താൽ അയാളുടെ ആദ്യത്തെ പോസ്റ്റിംഗാണ്. അതുവരെ മറ്റൊരു ഓഫീസർക്കും തെളിയിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായിട്ടുള്ളൊരു കേസാണ് അയാൾ തെളിയിച്ചിട്ടുള്ളത്. റോബറി, അതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ എല്ലാം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അയാളവിടെ ഇരുന്ന് കരയുകയാണ്. അയാൾക്കവിടെ ചിലത് നഷ്ടമായിരിക്കുന്നു. അത് മറ്റുള്ളവരിൽ അയാൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ്. നമ്മൾ അർഹിക്കുന്ന പരിഗണനയും ഇഷ്ടവും മാത്രമേ ഓരോരുത്തർക്കും കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം, ഈ അർഹതയുടെ അളവുകോൽ അറിയാണ്ട് ആളുകളെ അന്ധമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുറച്ചെങ്കിലും മനുഷ്യന്മാർ ഈ ഭൂമുഖത്തുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ നായക കഥാപാത്രം പങ്കുവെക്കുന്നതെന്ന് തോന്നുന്നു.